ഹായ് സ്റ്റുഡൻസ്, ഫിസിക്സിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ? ഈ എററിനെ പറ്റിയാണല്ലേ പഠിച്ചേ. അതായത് ഒരു മെഷർമെൻറ്റിനകത്ത് ഒരു അളവ് നമ്മൾ അളക്കുന്ന സമയത്ത് ഒരു മെഷർമെൻറ്റിനകത്ത് എന്തെല്ലാം എററുകൾ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയല്ല ആ എറർ സംഭവിക്കാമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഒരു മെഷർമെൻറ്റിനകത്ത് കടന്നുകൂടിയിരിക്കുന്ന തെറ്റ് അല്ലെങ്കിൽ എററിനെ നമുക്ക് എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാം, കണ്ടെത്താം. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, എറർ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഹെഡിങ്ങിനകത്ത്. അപ്പോൾ ഇത് ഒരു പ്രോബ്ലം സെക്ഷൻ കൂടിയാണ്, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിരിക്കുക. ഒരു 5 പോയിൻ്റ് അല്ലെങ്കിൽ 5 ടേംസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. 5 ടേം എന്താണെന്ന് അറിയാമെങ്കിൽ ഈ സെക്ഷനിലെ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആ 5 ടേംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ടേമാണ് ട്രൂ വാല്യൂ. ഒന്നാമത്തെ ടൈമാണ് ട്രൂ വാല്യൂ. ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ട്രൂ വാല്യൂ എന്ന് വെച്ചാൽ എന്താ? ശരി ഉത്തരം, കറക്റ്റ് ആൻസർ. അതാണ് നമ്മൾ ട്രൂ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം അതെല്ലാം നമുക്ക് പിന്നീട് പറയാം. രണ്ടാമത്തെ ടേമാണ് അബ്സല്യൂട്ട് എറർ. രണ്ടാമത്തെ ടേം അബ്സല്യൂട്ട് എറർ. ഈ ഒരു ഓർഡറിന് തന്നെ പഠിച്ചു വരണം, കാരണം നമ്മുടെ പ്രോബ്ലവും ഈ ഒരു ഓർഡറിന് വേണം ചെയ്ത് വരാനുള്ളത്. അതുകൊണ്ട് അബ്സല്യൂട്ട് എറർ. മൂന്നാമത്തെ ടേമാണ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ. ഓക്കെ, മീൻ എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ മീനിങ് ആവറേജ് ആണെന്ന്. ആവറേജ് എന്നാണ് അർത്ഥം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. മീൻ അബ്സല്യൂട്ട് എറർ ആണ് മൂന്നാമത്തെ ടേം. നാലാമത്തെ ടേം റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ. റിലേറ്റീവ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? ബന്ധം. അതായത് എന്തിൻ്റെയെങ്കിലും കൂടെ കമ്പയർ ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എററിനെ എന്തുമായിട്ടോ കമ്പയർ ചെയ്യുന്നതായിരിക്കും റിലേറ്റീവ് എറർ. അറിയത്തില്ല, നമുക്ക് നോക്കാം പിന്നീട്. അഞ്ചാമത്തെ ലാസ്റ്റ് ടേമാണ് പെർസെൻറ്റേജ് എറർ. ഈ 5 ടേം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഇക്വേഷനും അറിയാമെങ്കിൽ നമുക്കിതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാനായിരിക്കും. അത്രേ ക്വസ്റ്റ്യനിൽ കാണും. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. ട്രൂ വാല്യൂ, അബ്സല്യൂട്ട് എററും മീൻ അബ്സല്യൂട്ട് എററും റിലേറ്റീവ് എററും കണ്ടുപിടിച്ചാലേ നമുക്ക് എന്തിലോട്ട് വരാൻ പറ്റൂ? പെർസെൻറ്റേജ് എററിലേക്ക് വരാൻ പറ്റും. പറഞ്ഞാൽ ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു 5 ടേംസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തത് ട്രൂ വാല്യൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ കയ്യിൽ ഒരു ക്വാണ്ടിറ്റിയുടെ ഏതാനും മെഷർമെൻറ്റുകൾ കാണും. മനസ്സിലായില്ല? നോക്ക്. ഇപ്പം ഞാൻ പറയുവാണ്, ഈ ബോർഡിൻ്റെ ലെങ്ത്ത് അളക്കുക. ഈ ബോർഡിൻ്റെ ലെങ്ത്ത് അളക്കുക. ഞാൻ അളന്നു, ഒരു സ്കെയിൽ ഉപയോഗിച്ച് അളന്നു. എനിക്ക് കിട്ടിയ റീഡിംഗ് ആണ് 1.2 മീറ്റർ. വേറെ ഒരാൾ വന്ന് അളന്നു. അപ്പോൾ അയാൾക്ക് കിട്ടിയ റീഡിംഗ് ആണ് 1.18 മീറ്റർ. അടുത്തൊരാൾ വന്നപ്പോൾ 1.15 മീറ്റർ. അടുത്ത ഒരാൾ വന്ന് അളന്നപ്പോൾ 1.43 ഇത്രയൊന്നും വേണ്ട, 1.22 മീറ്റർ. അടുത്ത ഒരാൾ വന്ന് അളന്നപ്പോൾ 1.21 മീറ്റർ. കണ്ടോ? ഒരേ ക്വാണ്ടിറ്റിയുടെ തന്നെ ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സാണ് ഞാൻ എഴുതി വച്ചേക്കുന്നത്. ഒരേ ക്വാണ്ടിറ്റി, അതായത് ലെങ്ത് ഓഫ് ദി ബോർഡ്, അതാണ് ക്വാണ്ടിറ്റി. അതിൻ്റെ ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സാണ് ഞാൻ ഈ എഴുതി വച്ചേക്കുന്നത്. ഇവിടെ എത്ര മെഷർമെൻറ്റുകളുണ്ടേ? 1, 2, 3, 4, 5 മെഷർമെൻറ്റ്സ് ഉണ്ടല്ലേ. ഈ 5 മെഷർമെൻറ്റ്സിന് ഞാൻ ഇങ്ങനെ പേര് കൊടുക്കുന്നു. ഒന്നാമത്തെ മെഷർമെൻറ്റ് A1, രണ്ടാമത്തെ മെഷർമെൻറ്റ് A2, മൂന്നാമത്തെ മെഷർമെൻറ്റ് A3, നാലാമത്തെ മെഷർമെൻറ്റ് A4, അഞ്ചാമത്തെ മെഷർമെൻറ്റ് A5. അങ്ങനെ 5 മെഷർമെൻറ്റുകളുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു ഫൈൻഡ് ദ ട്രൂ വാല്യൂ. ഫൈൻഡ് ദി ട്രൂ വാല്യൂ. വേറെ ഒന്നും ചെയ്യണ്ട, ഈ മെഷർമെൻറ്റുകളുടെ ആവറേജ് എടുത്താൽ മതി. അതിനെ വിളിക്കുന്ന പേരാണ് ട്രൂ വാല്യൂ. സോ വാട്ട് ഈസ് ട്രൂ വാല്യൂ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഇറ്റ് ഈസ് ദ അരിത്മെറ്റിക് ആവറേജ് ഓഫ് മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂസ്. മെഷേർഡ് വാല്യൂവിൻ്റെ അരിത്തമെറ്റിക് ആവറേജിനെ വിളിക്കുന്ന പേരാണ് ട്രൂ വാല്യൂ. ട്രൂ വാല്യൂവിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും.
ദാ A1 A2 A3 A4 A5 ഇതല്ലേ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലെങ്ത് ആണെങ്കിൽ L1 L2 L3 L4 L5 ഇങ്ങനെ പറയുന്നത് പോലെ. അപ്പോൾ ട്രൂ വാല്യൂവിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എ ബാർ. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? എ ബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. എയുടെ മുകളിലൊരു വര, ഈ മുകളിലത്തെ വരയാണ് നമ്മൾ ബാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഇങ്ങനെ വായിക്കാം, എകളുടെ ആവറേജ്. എന്തിൻ്റെ ആവറേജ്? എകളുടെ അല്ലെങ്കിൽ എൻ്റെ എന്ന് പറയാൻ കാരണം എന്താ? എ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. A1 A2 A3 A4 A5 ഇതെല്ലാം മെഷർമെൻറ്റ്സാണ്. അതിനെ കോമൺ ആയിട്ടാണ് ഞാൻ എന്തെന്ന് പറഞ്ഞേക്കുന്നത്? എ ബാർ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എ ബാർ എന്ന് വെച്ചാൽ എന്താ? എയുടെ ആവറേജ്. ഈ മണ്ടയിൽ വര കണ്ട അപ്പോഴേ ആലോചിക്കുക എന്ത് കണ്ടുപിടിക്കാനാണ്? ആവറേജ് കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രൂ വാല്യൂ എങ്ങനെ കണ്ടെത്താം? ട്രൂ വാല്യൂ കണ്ടെത്താൻ ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാ മെഷർമെൻറ്റുകളെയും കൂട്ടി A1 A2 A3 A4 A5 കണ്ടോ? ഈ മെഷർമെൻറ്റുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ മതി. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ടല്ലേ? 5 എണ്ണം ഉള്ളത് കൊണ്ട് 5 കൊണ്ട് ഭാഗിക്കാം. നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ പറയാം? പ്ലസ് എക്സെട്ര AN. കാരണം നമ്മുടെ എല്ലാ പ്രോബ്ലത്തിലും 5 മെഷർമെൻറ്റ് തന്നെ കാണണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ചിലപ്പോൾ 3 മെഷർമെൻറ്റേ കാണത്തുള്ളൂ. അപ്പം 3 എണ്ണം കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഭാഗിക്കുക, 3 കൊണ്ട് ഭാഗിക്കുക. ഇപ്പോൾ ഇവിടെ എത്ര എണ്ണമാണെന്ന് പറയുന്നില്ല എങ്കിൽ നമുക്ക് ജനറലായിട്ട് ഇക്വേഷൻ എങ്ങനെ എഴുതാം? A1 + A2 + A3 + A4 + A5 പ്ലസ് അങ്ങനെ പോവും. എവിടം വരെ? AN വരെ. എത്ര ക്വാണ്ടിറ്റികൾ കാണും അവിടെ? N നമ്പർ ഓഫ് മെഷർമെൻറ്റ്സ് കാണും. ഇവിടെ ഇപ്പോൾ എത്ര മെഷർമെൻ്റ് ഉണ്ട്? 5 എണ്ണമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര എണ്ണം വരും? 5 എണ്ണം വരും. ഒരു എക്സാമ്പിളായിട്ട് നമുക്കിവിടെ ട്രൂ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ട്രൂ വാല്യൂ ഈക്വൽ ടു 1.2 + 1.18 + 1.15 + 1.22 + 1.21 ഡിവൈഡഡ് ബൈ 5. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ട്രൂ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാൽക്കുലേറ്റർ എടുത്ത് ഡയറക്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറും കൂടെ അങ്ങ് ചെയ്ത് പോവാം. അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? ന്യൂമറേറ്റർ എല്ലാം കൂടെ അങ്ങ് കൂട്ടും. 1.2 + 1.18 + 1.15 + 1.22 + 1.21. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ന്യൂമറേറ്ററാണ് 5.96 ഡിവൈഡഡ് ബൈ 5 കിട്ടുന്ന ആൻസർ ഡിവൈഡ് ബൈ 5 കിട്ടുന്ന ആൻസർ 1.192 ആണ്. നമുക്ക് 19 എഴുതാം. റൗണ്ട് ചെയ്ത് 19. റൗണ്ട് ചെയ്യുന്നത് ഈ പോയിൻ്റ് കഴിഞ്ഞ് 2 അക്കമല്ലേ, അത് നിലനിർത്തി നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് ചെറിയൊരു ടോപ്പിക്കാണ്, അത് മനസ്സിലാവും. 1.19 എടുത്താൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂ വാല്യൂ. റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ബാർ. പറഞ്ഞ ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ടോപ്പിക്ക്, ട്രൂ വാല്യൂ. ട്രൂ വാല്യൂ എത്രയാണ്? 1.19. എങ്ങനെ കിട്ടി? ഇതിൻ്റെ ആവറേജ്. ഇതിൻ്റെ ആവറേജിന് വിളിക്കുന്ന പേര് ട്രൂ വാല്യൂ. ഏതിൻ്റെ ആവറേജ്? മെഷർമെൻറ്റിൻ്റെ ആവറേജ്. അളവുകളുടെ ആവറേജിന് വിളിക്കുന്ന പേരാണ് ട്രൂ വാല്യൂ. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? എ ബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഒന്നാമത്തെ ടോപ്പിക്ക് അവിടെ കഴിഞ്ഞ്. ട്രൂ വാല്യൂ. വാട്ട് ഈസ് ട്രൂ വാല്യൂ? എക്സാമിന് ഒരിക്കലും വാട്ട് ഈസ് ട്രൂ വാല്യൂ എന്ന് ചോദിക്കത്തില്ല. പക്ഷേ നമുക്കറിയണം എന്താ ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ മെഷർമെൻറ്റുകളുടെ അരിത്തമെറ്റിക് ആവറേജിന് വിളിക്കുന്ന പേര്. സാധാരണ ആവറേജിനെ തന്നെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് ആവറേജ്. അരിത്തമെറ്റിക് ആവറേജിന് വിളിക്കുന്ന പേരാണ് ട്രൂ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വാണ്ടിറ്റിയിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വാണ്ടിറ്റി ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 5 എണ്ണം ഒരുമിച്ച്. അത് രണ്ടാമത്തെ ആരായിരുന്നു? അബ്സല്യൂട്ട് എറർ. കണ്ടുപിടിക്കാം. നമ്മുടെ രണ്ടാമത്തെ ടേമാണ് അബ്സല്യൂട്ട് എറർ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ടേമായ ഏത്? ട്രൂ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ആരെ കണ്ടുപിടിക്കാൻ പറ്റൂ? അബ്സല്യൂട്ട് എററിനെ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെ ആയിരിക്കും അല്ലേ? നമ്മുടെ കയ്യിൽ കുറച്ച് മെഷർമെൻറ്റ്സ് കാണും, മെഷേർഡ് വാല്യൂസ് കുറച്ച് കാണും. ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് എങ്ങനെയാണ്? 1.2, 1.18, 1.15, 1.22, 1.21 മീറ്റർ. ഇതാണ് നമ്മുടെ മെഷേർഡ് വാല്യൂസ്. എത്ര മെഷേർഡ് വാല്യൂ ഇവിടെ ഉണ്ട്? 5 മെഷേർഡ് വാല്യൂ ഉണ്ടല്ലേ? അപ്പോൾ ജനറലായിട്ട് നമുക്ക് മെഷേർഡ് വാല്യൂവിനെ എങ്ങനെ എഴുതാം?
A1 ഒന്നാമത്തെ മെഷേർഡ് വാല്യൂ, രണ്ടാമത്തെ മെഷേർഡ് വാല്യൂ A2, മൂന്നാമത്തെ മെഷേർഡ് വാല്യൂ A3, നാലാമത്തെ മെഷേർഡ് വാല്യൂ A4, അഞ്ചാമത്തെ മെഷേർഡ് വാല്യൂ A5, 6, 7, 8 ഇങ്ങനെ പോകും തോറും A6, A7, A8 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് മെഷേർഡ് വാല്യൂ. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ ട്രൂ വാല്യൂ എന്തായിരുന്നു? ട്രൂ വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ട്രൂ വാല്യൂ എങ്ങനെയാണ് ചെയ്തത്? ഇതിൻ്റെ ആവറേജ്. കിട്ടിയ ആൻസർ 1.19. ഇതാണ് ട്രൂ വാല്യൂ. ട്രൂ വാല്യൂ നമ്മൾ എ ബാർ എന്ന് റെപ്രസെൻ്റ് ചെയ്യില്ല. എ ബാർ ഈക്വൽ ടു 1.19. അപ്പോൾ ഇത്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. ഇവിടെ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഭാഗിക്കുന്നതിലൊക്കെ തെറ്റ് വരാം. കാൽക്കുലേറ്റർ ചിലപ്പോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരാം. അപ്പോൾ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. കിട്ടുന്ന ഈ ആവറേജ് എന്ന് പറയുന്നത് ഈ മെഷേർഡ് വാല്യൂസിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ മെഷേർഡ് വാല്യൂവിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ആരാണെന്നറിയാവോ? 1.15. കണ്ടോ? മെഷേർഡ് ആ വാല്യൂ 5 എണ്ണമുണ്ട്. അതിൽ ഏറ്റവും ചെറുത് 1.15 ആണ്. ഏറ്റവും വലുത് ഏതാ? 1.22. ഇതിൻ്റെ ഇടയ്ക്ക് കാണും നമ്മുടെ ആൻസർ. ഇൻ കേസ് നിങ്ങൾ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 1.9 ആണ്. 1.19 പകരം നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എത്ര? 1.9. അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിക്കോളണം ഇത് തെറ്റുത്തരമാണെന്ന്. എന്തുകൊണ്ടാണ്? 1.9 എന്ന് പറയുന്നത് 1.22വിനേക്കാൾ വലുതാണ്. അതായത് തന്നിരിക്കുന്ന മെഷേർഡ് വാല്യൂവിനേക്കാൾ വലുതാണ് കിട്ടിയ ആൻസർ. അങ്ങനെ ഒരിക്കലും വരത്തില്ല. അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ പറയുന്ന മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് എവിടെയോ തെറ്റിപ്പോയെന്നാണ്. അപ്പോൾ അത് വിട്ടേക്ക്. ട്രൂ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. എങ്കിൽ നമുക്ക് ഏതിലേക്ക് പോകാം? അബ്സല്യൂട്ട് എററിലേക്ക് പോകാം. വാട്ട് ഈസ് അബ്സല്യൂട്ട് എറർ എന്ന് ചോദിച്ചാൽ പറയണം, ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ true value and measured value. ഓക്കെ. എന്താ എഴുതിയിരിക്കുന്നത്? അബ്സല്യൂട്ട് എറർ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂവും മെഷേർഡ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് എറർ. അപ്പം നമ്മൾ ആലോചിക്കും, നമുക്കിവിടെ ഒരു ട്രൂ വാല്യൂ ഉള്ളൂ, പക്ഷേ 5 മെഷേർഡ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ കുറയ്ക്കാൻ പറഞ്ഞാൽ ഈ 1.19 ഇതിൽ ഏതുമായിട്ട് കുറയ്ക്കും എന്നൊരു ഡൗട്ട് വരും നമുക്ക്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ കയ്യിൽ 5 മെഷേർഡ് വാല്യൂ ഉണ്ട് എങ്കിൽ എത്ര അബ്സല്യൂട്ട് എററും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും? 5 അബ്സല്യൂട്ട് എററും കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒന്നാമത്തെ മെഷേർഡും ട്രൂ വാല്യൂവും തമ്മിലൊരു ഡിഫറൻസ് എടുക്കണം. അതൊന്നാമത്തെ അബ്സല്യൂട്ട് എറർ. രണ്ടാമത്തെ മെഷേർഡും ആവറേജായ ട്രൂ വാല്യൂവും തമ്മിൽ വീണ്ടും ഡിഫറൻസ് എടുക്കണം. മൂന്നാമത്തതും ട്രൂ വാല്യൂവും തമ്മിൽ വീണ്ടും ഡിഫറൻസ് എടുക്കണം. നാലാമത്തതും ട്രൂ വാല്യൂവും തമ്മിൽ വീണ്ടും ഡിഫറൻസ് എടുക്കണം. അഞ്ചാമത്തതും ട്രൂ വാല്യൂവും തമ്മിൽ വീണ്ടും ഡിഫറൻസ് എടുക്കണം. പറഞ്ഞാൽ ക്ലിയർ ആണോ? അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 5 അബ്സല്യൂട്ട് എറർ ഇവിടെ കിട്ടും. അങ്ങനെയാണെങ്കിൽ മെഷേർഡ് വാല്യൂ ഒരു 10 എണ്ണം ഉണ്ടായിരുന്നെങ്കിലോ അബ്സല്യൂട്ട് എററും 10 എണ്ണം കാണും. അപ്പോൾ ഓരോ ക്വാണ്ടിറ്റിയുടെയും ഈ എററാണ് എന്ത് സൂചിപ്പിക്കുന്നത്? അബ്സല്യൂട്ട് എറർ സൂചിപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് എന്നൊരു ടൈം എടുത്തു പറഞ്ഞേക്കുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടാം. ഇതും കൂടെ കുറയ്ക്കുന്ന സമയത്ത് നെഗറ്റീവ് കിട്ടാം. ഒരിക്കലും നെഗറ്റീവ് എടുക്കണ്ട. ആ വാല്യൂ എത്രയാണോ അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. അതുകൊണ്ടാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഉദാഹരണത്തിന് ഒന്നാമത്തെ മെഷേർഡ് വാല്യൂവിൻ്റെ അബ്സല്യൂട്ട് എറർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാമത്തെ വാല്യൂവിൻ്റെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ ട്രൂ വാല്യൂവായ എ ബാറിൽ നിന്ന് ട്രൂ വാല്യൂവായ എ ബാറിൽ നിന്ന് ഒന്നാമത്തെ മെഷേർഡ് വാല്യൂ അങ്ങ് കുറയ്ക്കുക. ചിലപ്പോൾ ആൻസർ നെഗറ്റീവ് വരാം, എന്നാലും നിങ്ങൾ നെഗറ്റീവ് എടുക്കണ്ട എന്നുള്ള മീനിങ്ങിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മോഡുലസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ എ ബാർ മൈനസ് A1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ -2 ആണെങ്കിലും നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? മൈനസിൻ്റെ ആവശ്യമില്ല. 2 ആയിരിക്കും ആൻസർ. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും കുറച്ചും കൂടി. ഓക്കെ ആണോ?
അപ്പോൾ ഒന്നാമത്തെ മെഷേർഡ് വാല്യൂവിൻ്റെ അബ്സല്യൂട്ട് എറർ കിട്ടി നമുക്ക്. അതെനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നറിയാവോ? ഒന്നാമത്തെ വാല്യൂവിൻ്റെ അബ്സല്യൂട്ട് എറർ കണ്ടോ, ഡെൽറ്റ അല്ലെങ്കിൽ നമ്മുടെ ഈ ത്രികോണം, ഈ ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ച് നമുക്ക് സൂചിപ്പിക്കാം ആരെ? അബ്സല്യൂട്ട് എററിനെ. പറഞ്ഞ മനസ്സിലായി? ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ഡെൽറ്റയെ ഒന്നുകൂടെ ഒന്ന് താഴേക്ക് വരച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എ കണക്കല്ലേ ഇരിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ എ ഫോർ അബ്സല്യൂട്ട് എറർ. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന് ഓർത്തിരിക്കാൻ പാകത്തിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഡെൽറ്റയുടെ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ 2 കാലും വെട്ടിയപ്പോഴല്ല നമുക്ക് ഡെൽറ്റ കിട്ടിയത്. നിങ്ങൾക്കൊന്ന് ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടി എളുപ്പത്തിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ എന്തിനെ സൂചിപ്പിക്കുന്നു? അബ്സല്യൂട്ട് എററിനെ സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ മെഷേർഡ് വാല്യൂ A1ൻ്റെ അബ്സല്യൂട്ട് എററിനെ എങ്ങനെ സൂചിപ്പിക്കാം? ഡെൽറ്റ A1 എന്ന് സൂചിപ്പിക്കാം. അങ്ങനെയാണെങ്കിലേ രണ്ടാമത്തെ മെഷേർഡ് വാല്യൂ A2ൻ്റെ അബ്സല്യൂട്ട് എററിനെ എങ്ങനെ സൂചിപ്പിക്കാം? ഡെൽറ്റ A2 എന്ന് സൂചിപ്പിക്കാം. എന്നിട്ടത് എങ്ങനെ കണ്ടുപിടിക്കും? വീണ്ടും എടുക്കുക. ട്രൂ വാല്യൂവിൽ നിന്ന് ആരെ കുറയ്ക്കുക? രണ്ടാമത്തെ വാല്യൂ കുറയ്ക്കുക. അപ്പം മൂന്നാമത്തെ എങ്ങനെ കിട്ടും? ഡെൽറ്റ A3 സമം A ബാർ മൈനസ് A3. കണ്ടോ, ഇവിടെയൊക്കെ നെഗറ്റീവ് കിട്ടിയാലും നമ്മളത് ഉപേക്ഷിക്കും. പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കത്തുള്ളൂ. ഇത് നമ്പർ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ചെയ്ത് അവസാനം നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ AN എന്ന് വെച്ചാൽ എന്താ മീനിങ്? nth മെഷർമെൻറ്റിൻ്റെ nth മെഷർമെൻറ്റിൻ്റെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ ട്രൂ വാല്യൂവിൽ നിന്നും ആരെ കുറയ്ക്കുക? nth വാല്യൂ കുറയ്ക്കുക. പറഞ്ഞ് മനസ്സിലായി? ഇപ്പോൾ അഞ്ചാമത്തതാണെങ്കിൽ അഞ്ചാമത്തത് കുറയ്ക്കുക, ആറാമത്തെ ആണെങ്കിൽ ആറാമത്തെ കുറയ്ക്കുക. എല്ലാം കുറയ്ക്കുന്നത് ഏതിൽ നിന്ന് തന്നെയാണ്? ട്രൂ വാല്യൂവിൽ നിന്നാണ്. നമുക്ക് ഈ പ്രോബ്ലം ഇതൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ വാല്യൂ കണ്ടോ? A1. അതിൻ്റെ അബ്സല്യൂട്ട് എററിനെ എങ്ങനെ സൂചിപ്പിക്കാം? ഡെൽറ്റ A1 എന്ന് സൂചിപ്പിക്കാം. ഇതൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഡെൽറ്റ A1 എങ്ങനെ കണ്ടുപിടിക്കാം? മോഡുലസ് ഓഫ് ട്രൂ വാല്യൂ. എവിടെ ട്രൂ വാല്യൂ? അതാ കിടക്കുന്ന ട്രൂ വാല്യൂ. ഈ 1.19 മൈനസ് അടുത്തത് A1 1.2 ഈക്വൽ ടു എത്ര കിട്ടും ആൻസർ? 1.19 മൈനസ് 1.2. ഇത് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല. 0.01 മൈനസ് സൈൻ കിട്ടും. ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ കാൽക്കുലേറ്റർ തന്നെ ചെയ്ത് നോക്കിക്കോ. കാൽക്കുലേറ്റർ തന്നെ നമുക്ക് ചെയ്യാം. എക്സാമിന് എന്തായാലും കാൽക്കുലേറ്റർ ഉപയോഗിക്കാമല്ലോ. 1.19 മൈനസ് 1.2. അപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ ഇതാ കണ്ടോ, മോഡുലസ് ഓഫ് മൈനസ് 0.01. കണ്ടോ? പക്ഷേ ഞാൻ മൈനസ് എടുക്കൂല. 0.01 എൻ്റെ അബ്സല്യൂട്ട് എറർ. ഒന്നാമത്തെ മെഷേർഡ് വാല്യൂവിൻ്റെ അബ്സല്യൂട്ട് എറർ. പറഞ്ഞാൽ ക്ലിയർ ആണോ? ബാക്കിയും കൂടെ കണ്ടുപിടിക്കുക. എളുപ്പത്തിന് കണ്ടുപിടിച്ചൂടെ? ചാറപറ ചെയ്തുകൂടെ നമുക്ക്? നമുക്ക് ഡെൽറ്റ A2 എന്ന് വെച്ചാൽ രണ്ടാമത്തവൻ്റെ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ വീണ്ടും ട്രൂ വാല്യൂവിൽ നിന്ന് തന്നെയാണ് എല്ലാം കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ഫിക്സ്ഡ് തന്നെ. 1.19 മൈനസ് രണ്ടാമത്തെ വാല്യൂ എഴുതുക 1.18 ഈക്വൽ ടു ആൻസർ എത്ര കിട്ടും? വീണ്ടും എടുക്കുന്നു കാൽക്കുലേറ്റർ, ചാർപ്പറ ചെയ്യുന്നു. 1.19 മൈനസ് 1.18. ഇതിൻ്റെ ഒന്നും കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ കൂടെ ഒന്ന് പറയുന്നതേ ഉള്ളൂ. 0.1. ഇനിയിപ്പോൾ അത് പോസിറ്റീവ് തന്നെയാണ്, കുഴപ്പമില്ല. അത് അതേപോലെ അങ്ങ് എഴുതാം. ഇതാ രണ്ടാമത്തത്. മൂന്നാമത് കണ്ടുപിടിക്കാം. ഡെൽറ്റ A3 ഈക്വൽ ടു പെട്ടെന്ന് പറഞ്ഞേ 1.19 മൈനസ് മൂന്നാമത്തെ വാല്യൂ എടുക്കണതാ 1.15 കുറയ്ക്കുക. ആൻസർ എത്ര കിട്ടും? മോഡുലസ് ഓഫ് 0.04 എന്ന് കിട്ടും. വീണ്ടും പോസിറ്റീവ് വാല്യൂ തന്നെയാണ്, അപ്പോൾ കുഴപ്പമില്ല. മൂന്നാമത്തത് കിട്ടി. നാലാമത്തേലേക്ക് പോവാം. ഡെൽറ്റ A4 എങ്ങനെ കിട്ടും? 1.19 മൈനസ് 1. നാലാമത്തെ വാല്യൂ 1.22 അല്ലേ? എത്ര കിട്ടും? 0.03 വിത്ത് നെഗറ്റീവ് സൈൻ. സംശയമുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. 1.19 മൈനസ് 1.22. 1.19 മൈനസ് 1.22 0.03 വിത്ത് നെഗറ്റീവ് സൈൻ. പക്ഷേ നെഗറ്റീവ് എടുക്കും നമ്മൾ? ഇല്ല. 0.03. ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ ബാക്കി. അഞ്ചാമത്തത് A5 ഡെൽറ്റ A5 1.19 മൈനസ് അഞ്ചാമത്തത് കുറയ്ക്കുക 1.21 സമം അത് മൈനസ് കിട്ടും. മൈനസ് 0.02. പക്ഷേ നമ്മൾ മൈനസ് എടുക്കില്ല. 0.02 ആൻസർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
1 2 3 4 5 5 മെഷേർഡ് വാല്യൂ ഉണ്ട്. 1 2 3 4 5 അബ്സല്യൂട്ട് എറർ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എത്ര മെഷേർഡ് വാല്യൂ ഉണ്ടോ അത്രയും തന്നെ അബ്സല്യൂട്ട് എറർ കിട്ടും. ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ ടേം, അബ്സല്യൂട്ട് എറർ. ഇനി നമുക്ക് പഠിക്കേണ്ട മൂന്നാമത്തെ ടേം മീൻ അബ്സല്യൂട്ട് എറർ. അപ്പോൾ അബ്സല്യൂട്ട് എറർ കിട്ടിയാൽ മാത്രമേ ഇനി നമുക്ക് എന്തിലോട്ട് പോകാൻ പറ്റൂ, മീൻ അബ്സല്യൂട്ട് എററിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ അബ്സല്യൂട്ട് എററിൻ്റെ ഡെഫിനിഷൻ, ഇത് അതിൻ്റെ ജനറൽ ഇക്വേഷൻ, ഇത് പ്രോബ്ലം ചെയ്യാനുള്ള മെത്തേഡ്. പറഞ്ഞാൽ ക്ലിയർ ആണോ? ഓക്കെ, പ്രോബ്ലം ഇത് കഴിഞ്ഞ് നമ്മളൊരെണ്ണം ചെയ്യും. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് കൂടെ ഒരു പ്രോബ്ലം കൂടെ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തേലേക്ക് പോകാം. മൂന്നാമത്തെ എന്തായിരുന്നു? മീൻ അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എറർ അറിയാമെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ സിമ്പിളാണ്. നോക്കാം. അപ്പോൾ ഞാനിവിടെ ബോർഡ് മായ്ച്ചപ്പോൾ ആദ്യത്തെ ഹെഡിങ്ങിൽ ഉണ്ടായിരുന്ന കാര്യമായി ഇത്. രണ്ടാമത്തെ ഹെഡിങ് എഴുതിയപ്പോൾ പുതുതായിട്ട് ഇതും കൂടെ വന്നു, കണ്ടോ? മൂന്നാമത്തെ ഹെഡിങ് എഴുതിയപ്പോൾ ഞാൻ അത് രണ്ടും മാച്ചിട്ടില്ല, മൂന്നാമത്തത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്തുവാ? മൂന്നാമത്തെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തൊട്ട് മുമ്പ് ചെയ്ത കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം, അറിയണം. പറഞ്ഞ് മനസ്സിലായോ? എന്നാലേ മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് 5 ഞാൻ പറഞ്ഞത് ക്രമം തെറ്റല്ല, അങ്ങനെ തന്നെ പഠിക്കണമെന്ന്. ട്രൂ വാല്യൂ ആയി, അബ്സല്യൂട്ട് എറർ ആയി, മൂന്നാമത്തെ മീൻ അബ്സല്യൂട്ട് എററാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, മീൻ അബ്സല്യൂട്ട് എറർ എന്താണെന്ന് നോക്കാം. നോക്കാനൊന്നുമില്ല, ആർക്കും പിടികിട്ടുന്ന കാര്യമാണ്. അബ്സല്യൂട്ട് എറർ എത്ര എണ്ണം ഉണ്ട് കയ്യിൽ? 5 അബ്സല്യൂട്ട് എററുകൾ കയ്യിലുണ്ട്. ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3, ഡെൽറ്റ A4, ഡെൽറ്റ A5. ഓക്കെ, അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എത്ര എണ്ണം ഉണ്ടോ അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഭാഗിക്കുക. ഇവിടെ 5 എണ്ണം ഉണ്ട്. 5 എന്തുണ്ട്? അബ്സല്യൂട്ട് എററുകളുണ്ട്. കാരണം ഇവിടെ വേണ്ടത് എന്താ? അബ്സല്യൂട്ട് എററുകളുടെ ആവറേജാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ അബ്സല്യൂട്ട് എററുകളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഭാഗിക്കും. അപ്പോൾ ജനറലായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഡെഫിനിഷൻ ഇങ്ങനെ പറയാം. മീൻ അബ്സല്യൂട്ട് എറർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എററിൻ്റെ ആവറേജിന് വിളിക്കുന്ന പേരാണ് മീൻ അബ്സല്യൂട്ട് എറർ. ഇനി നമുക്കൊരു ഇക്വേഷൻ എഴുതാം. ആദ്യമായിട്ട് ഈ മീൻ അബ്സല്യൂട്ട് എററിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അറിഞ്ഞിരിക്കുക. ഇതാ അബ്സല്യൂട്ട് എററിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3, ഡെൽറ്റ A4, ഡെൽറ്റ A5. കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ? എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റികളുടെ അബ്സല്യൂട്ട് വാല്യൂ, അതിൻ്റെ ആവറേജ്. കണ്ടോ? മീൻ അബ്സല്യൂട്ട് എറർ എത്ര എണ്ണമേ കാണൂ? ഒരെണ്ണമേ കാണൂ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അബ്സല്യൂട്ട് എറർ കുറേ എണ്ണം കാണും. മെഷേർഡ് വാല്യൂ എത്രയുണ്ടോ അത്രയും തന്നെ അബ്സല്യൂട്ട് എററുകളും കാണും. അതുകൊണ്ടാണ് ഡെൽറ്റ A1, A2, A3, A4, A5 എന്ന് നമ്മൾ കൊടുത്തത്. എന്നാൽ മീൻ അബ്സല്യൂട്ട് എറർ ഒറ്റ എണ്ണമേ കാണൂ. ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഒരു സംഖ്യയല്ലേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ ആവറേജാണ് നമ്മൾ ഈ 1.19 എഴുതി വെച്ചേക്കുന്നത്. 1.1 ആണ് എഴുതിയിരിക്കുന്നത്. ഈ 5 എണ്ണത്തിൻ്റെ ആവറേജ് എടുത്തപ്പോൾ ഒരു ആൻസറല്ലേ കിട്ടുള്ളൂ. അതുപോലെ ഈ 5 എണ്ണത്തിൻ്റെയും ആവറേജ് എടുക്കുമ്പോൾ ഒരു ആൻസറേ കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ഡെൽറ്റ A1, 2, 3 ഒന്നും കൊടുക്കാത്തത്. അപ്പോൾ ഡെൽറ്റ A bar എന്തിനെ സൂചിപ്പിക്കുന്നു? മീൻ അബ്സല്യൂട്ട് എററിനെ സൂചിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പുറത്ത് ഡെൽറ്റ കണ്ടാൽ ആ ഡെൽറ്റ എന്തിനെ സൂചിപ്പിക്കുന്നു? ഡെൽറ്റ A അബ്സല്യൂട്ട് എററിനെ സൂചിപ്പിക്കുന്നു. ഡെൽറ്റ അബ്സല്യൂട്ട് എററിനെ സൂചിപ്പിക്കുക. അപ്പോൾ ഡെൽറ്റ A എന്ന് പറയുന്നത് അബ്സല്യൂട്ട് എററാണ്. ഇനി മണ്ടയിൽ വരെ വന്നാൽ അതിൻ്റെ മീനിങ് എന്താ? അത് ആവറേജ് ആണ്. അപ്പോൾ ഇതിനെങ്ങനെ വായിക്കും? അബ്സല്യൂട്ട് എററിൻ്റെ ആവറേജ് അല്ലെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ. എങ്ങനെ കണ്ടുപിടിക്കാം? അബ്സല്യൂട്ട് എററുകളായ ഡെൽറ്റ A1നെയും ഡെൽറ്റ A2നെയും ഡെൽറ്റ A3യെയും ഡെൽറ്റ A4നെയും ഡെൽറ്റ A5നെയും ആഡ് ചെയ്യുക. എന്നിട്ട് നമ്പറായ 5 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? മീൻ അബ്സല്യൂട്ട് എറർ ഈസ് ഈക്വൽ ടു, മീൻ അബ്സല്യൂട്ട് എററിനെ ഞാൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തേ? ഡെൽറ്റ A bar. അപ്പോൾ മീൻ അബ്സല്യൂട്ട് എറർ സമം ഓരോ അബ്സല്യൂട്ട് എററും എഴുതുക. ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ A2 പ്ലസ് ഡെൽറ്റ A3 പ്ലസ് അങ്ങനെ ചെയ്ത് പോകണം. എത്ര എണ്ണമുണ്ടോ അത്രയും എണ്ണം. n എണ്ണമുണ്ടെങ്കിൽ ഡെൽറ്റ AN ഡിവൈഡഡ് ബൈ n. കണ്ടോ? ഇതാണ് മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരാം. എന്താ ഇത് വെച്ചിട്ട് എങ്ങനെ മീൻ അബ്സല്യൂട്ട് എറർ? അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ ഇപ്പം ഒരു മനസ്സിലൊരു ഐഡിയ കാണും അല്ലേ എങ്ങനെ കണ്ടുപിടിക്കുന്നതാ? മീൻ അബ്സല്യൂട്ട് എറർ സമം മീൻ അബ്സല്യൂട്ട് എറർ. ഇത് കാണുമ്പോഴേ മനസ്സിലാവണം. ഡെൽറ്റ കാണുമ്പോൾ അബ്സല്യൂട്ടായി, മൺഡേ വരെ കാണുമ്പോൾ മീനായി. അപ്പോൾ മീൻ അബ്സല്യൂട്ട് എറർ കണ്ടോ?
ഇനി നോക്കാം, നമുക്ക് ഓരോന്നായിട്ട് കൂട്ടി നോക്കാം. എത്ര? A1ൻ്റെ വാല്യൂ, ഡെൽറ്റ A1ൻ്റെ വാല്യൂ 0.01 അധികം ഡെൽറ്റ A2ൻ്റെ വാല്യൂ 0.01. ഇവിടെ ഒന്നും മൈനസ് വരില്ല. ഓക്കെ, വീണ്ടും അത് 0.04 അധികം. അടുത്ത 0.03 അധികം. അടുത്ത 0.02. 5 ആയല്ലോ. ഡിവൈഡഡ് ബൈ എണ്ണമായ 5. നമ്മളെങ്ങനെ ചെയ്യും? വീണ്ടും കാൽക്കുലേറ്റർ എടുക്കുക. ന്യൂമറേറ്റർ ആദ്യം അങ്ങ് ടൈപ്പ് ചെയ്യുക, തെറ്റാതിരിക്കാൻ വേണ്ടി ഒരുമിച്ച് ചെയ്യേണ്ട. ന്യൂമറേറ്റർ അങ്ങ് ടൈപ്പ് ചെയ്യുക. 0.01 അധികം 0.01 അധികം 0.04 അധികം 0.03 അധികം 0.02. എല്ലാം കൂടെ ന്യൂമറേറ്റർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 0.11 ഡിവൈഡഡ് ബൈ 5. കിട്ടുന്ന ആൻസർ 0.022. കണ്ടോ? 0.022. ഇതാണ് മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. പറഞ്ഞ ക്ലിയർ ആയോ? മീൻ അബ്സല്യൂട്ട് എറർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. മീൻ അബ്സല്യൂട്ട് എറർ ഡൗട്ട് ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ, ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് പോവാം. നാലാമത്തെ ആരായിരുന്നു? നാലാമത്തത് റിലേറ്റീവ് എറർ. ആരാ? റിലേറ്റീവ് എറർ. ഓക്കെ, കണ്ടോ? നമ്മൾ നമ്മുടെ കഴിഞ്ഞ 3 റിസൾട്ടുകളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രൂ വാല്യൂ എഴുതി വെച്ചിട്ടുണ്ട്, അബ്സല്യൂട്ട് എററുകൾ എഴുതി വെച്ചിട്ടുണ്ട്, മീൻ അബ്സല്യൂട്ട് എററും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പോകാം, റിലേറ്റീവ് എററിലേക്ക് പോകാം. ഞാൻ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കേസാണ്. എന്തോ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് റിലേറ്റീവ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിലേറ്റീവ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ആലോചിക്കണം. മീൻ അബ്സല്യൂട്ട് എറർ, മൂന്നാമത്തവനായ മീൻ അബ്സല്യൂട്ട് എററും ആദ്യം നമ്മൾ പഠിച്ച ട്രൂ വാല്യൂവും തമ്മിലുള്ളൊരു കമ്പാരിസനാണ് ആരെ സൂചിപ്പിക്കുന്നത്? റിലേറ്റീവ് എററിനെ സൂചിപ്പിക്കുന്നത്. അതൊരു ഫ്രാക്ഷൻ ആയിട്ടാണ് എഴുതാറ്. എന്താ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? P/Q ഫോമിൽ എഴുതുമെന്നൊക്കെ പറയുമ്പോൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഒരു ന്യൂമറേറ്ററും കാണും, ഒരു ഡിനോമിനേറ്ററും കാണും. ഒരു ഡിനോമിനേറ്ററും കാണും. അത് എന്താണ് റിലേറ്റീവ് എറർ? നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് relative error is the ratio of mean absolute error to true value. ഡൗട്ട് വരില്ലല്ലോ. മീൻ അബ്സല്യൂട്ട് എററിൻ്റെയും ട്രൂ വാല്യൂവിൻ്റെയും റേഷ്യോയെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ ഈക്വൽ ടു എന്തിൻ്റെയൊക്കെ റേഷ്യോ? ആദ്യം മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ. കണ്ടോ? രണ്ടും കൂടെ എടുത്ത് ഭാഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? റിലേറ്റീവ് എറർ കിട്ടും. ഇക്വേഷനാക്കി എഴുതണമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. മീൻ അബ്സല്യൂട്ട് എററിനെ സൂചിപ്പിക്കുന്ന ഡെൽറ്റ എ ബാർ എന്നല്ലേ? ഡെൽറ്റ എ ബാർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ. ട്രൂ വാല്യൂ ആരാണെന്ന് നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആ കിടക്കുന്നത് എ ബാർ. കണ്ടോ? ഈ ക്വാണ്ടിറ്റി വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് എറർ. എങ്ങനെ വായിക്കും? ഡെൽറ്റ എ ബാർ ബൈ എ ബാർ. ഇങ്ങനെ ചെയ്ത് കളയല്ലേ? എ ബാറും അങ്ങ് വെട്ടിക്കളഞ്ഞ് ഡെൽറ്റ എ ബാർ ബൈ എ ബാർ. അപ്പോൾ എ ബാറും വെട്ടിക്കളഞ്ഞു. ഇനി ഡെൽറ്റയാണ് ആൻസർ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡെൽറ്റ എ ബാർ എന്ന് പറയുന്ന ഒരു ഒറ്റ ക്വാണ്ടിറ്റിയാണ്, രണ്ടുപേരല്ല. അവന്മാർ ചേർന്നേ നിൽക്കത്തുള്ളൂ, പകുതിച്ച് മുറിച്ച് മാറ്റാൻ പറ്റുന്നവന്മാരല്ല. ഇങ്ങനെയൊന്നും എഴുതി കളയല് കേട്ടോ. അപ്പോൾ പറയുമ്പോൾ ചിലപ്പം കോമഡി ആയിട്ട് തോന്നും. എക്സാമിന് എഴുതി വയ്ക്കുമ്പോൾ കറക്റ്റ് ഇതുപോലെ ആയിരിക്കും എഴുതി വയ്ക്കുന്നത്. ഡെൽറ്റ എ ബാറും വെട്ടിക്കളഞ്ഞു, ബാക്കി ഡെൽറ്റയാണ് ആൻസർ. അങ്ങനെയൊന്നും ചെയ്ത് വെച്ച് കളയല് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ റിലേറ്റീവ് എറർ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ട്രൂ വാല്യൂ. ശരിക്കും ഇതെന്താണെന്ന് അറിയാമോ? വേറെ ഒന്നുമില്ല, നമ്മുടെ എക്സ്പെരിമെൻറ്റിലെ കാൽക്കുലേഷൻ ഇവിടെ വച്ചിട്ടുണ്ട്. അതിൽ ശരിയിൽ എത്രമാത്രം തെറ്റടങ്ങിയിട്ടുണ്ട്, ശരിയിൽ എന്തുമാത്രം തെറ്റടങ്ങിയിട്ടുണ്ട്, അതാണ് ഈ ഒരു നമ്പർ സൂചിപ്പിക്കുന്നത്. ശരിയിൽ, ആ ശരിയാണ് ട്രൂ വാല്യൂ, അതിൽ എത്ര തെറ്റാണ് മീൻ അബ്സല്യൂട്ട് എറർ. ആ ഒരു ഫ്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിലേറ്റീവ് എറർ എന്ന് വിളിക്കുന്നത്. തെറ്റ് മണ്ടയിലും
അടിയിൽ എന്തേ വരത്തുള്ളൂ, ട്രൂ വാല്യൂമേ വരത്തുള്ളൂ. എല്ലായ്പ്പോഴും ട്രൂ വാല്യൂ വലുതും എറർ എന്തുമായിരിക്കും, ചെറുതുമായിരിക്കും. അതോ ആലോചിക്കുക, എല്ലായ്പ്പോഴും ട്രൂ വാല്യൂ ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ എന്തുമേ ആവത്തുള്ളൂ, ചെറുതുമേ ആവത്തുള്ളൂ. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ ഈ പറയുന്ന പോയിൻറ്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് നോക്കാം. ദാ റിലേറ്റീവ് എറർ സമം എങ്ങനെ ചെയ്യുന്നത്, ഡെൽറ്റ എ ബാർ ബൈ എ ബാർ എന്നല്ലേ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡെൽറ്റ എ ബാറിൻ്റെ വില പൊക്കിക്കൊണ്ടുവരും. ഡെൽറ്റ എ ബാറിൻ്റെ വില ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 0.022 ഭാഗം എ ബാറിൻ്റെ വില എവിടെയാണ്, എ ബാറിൻ്റെ വില ആദ്യം കണ്ടുപിടിച്ചു 1.19 സമം എത്ര കിട്ടും, കാൽക്കുലേറ്റർ എടുക്കുക, ചെയ്ത് നോക്കുക, ആൻസർ കിട്ടും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ടൈപ്പ് ചെയ്യാം 0.022 ഭാഗം 0.19 കിട്ടുന്ന ആൻസറാണ് 0.022 ഭാഗം 1.19 0.19 ഞാൻ ടൈപ്പ് ചെയ്തേ. അപ്പോൾ കിട്ടുന്ന ആൻസർ 0.01848 എന്നും പറഞ്ഞ് അങ്ങ് പോകും. നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്ക് ഒരു 3 സംഖ്യ എടുത്താൽ മതി. 0 പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യ എടുക്കാം. അപ്പോൾ 4ാമത്തെ ഇത് തൊട്ടും കട്ട് ചെയ്യാം. ഇത് 4 5-നേക്കാൾ ചെറുതായതുകൊണ്ട് അത് ചുമ്മാ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് റൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. അവസാനത്തെ ഒരു ടോപ്പിക്ക് പഠിക്കാം, ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇതാ കണ്ടോ, ഇതാണ് എൻ്റെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ഈ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഖ്യ ആയിരിക്കും. ഈ റിലേറ്റീവ് എറർ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ, നമ്മൾ എക്സ്പെരിമെൻറ്റിൽ തെറ്റ് കൂടി വരുവാണ് എന്നാണ് അർത്ഥം. അപ്പോൾ റിലേറ്റീവ് എറർ പരമാവധി എന്ത് നിൽക്കണം, കുറഞ്ഞ് നിൽക്കണം ഒരു നല്ല എക്സ്പെരിമെൻറ്റിൽ. അപ്പോൾ ഇത്രയുമാണ് 4ാമത്തെ പോയിൻ്റായ റിലേറ്റീവ് എറർ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ലാസ്റ്റ് 5ാമത്തിലേക്ക് പോകും. 5ാമത്തെ ഭയങ്കര എളുപ്പം കേട്ടോ. അപ്പോൾ റിലേറ്റീവ് എറർ വരെ അറിയാമെങ്കിൽ നമുക്കിനി എത്രയിലോട്ട് പോകാം, 5ാമത്തെ പോയിന്റിലേക്ക് പോകാം. അപ്പോൾ 1ാമത്തെ ട്രൂ വാല്യൂ പറഞ്ഞു, അബ്സല്യൂട്ട് എറർ എന്താണെന്ന് പറഞ്ഞു, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ഇനി എന്താ മീൻ അബ്സല്യൂട്ട് എറർ, അബ്സല്യൂട്ട് എററുകളുടെ ആവറേജിന് വിളിക്കുന്ന പേരാണ് മീൻ അബ്സല്യൂട്ട് എറർ. ഇനി എന്താ റിലേറ്റീവ് എറർ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മീൻ അബ്സല്യൂട്ട് എറർ ടു ട്രൂ വാല്യൂ. രണ്ടും കൂടെ ഭാഗിച്ച് കിട്ടുന്ന ആൻസറാണ് റിലേറ്റീവ് എറർ. ഇനി 5ാമത്തെ എന്തിലേക്ക് പോകാം, പെർസെൻറ്റേജ് എററിലേക്ക് പോകാം. ഓക്കെ, പെർസെൻറ്റേജ് എറർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ റിലേറ്റീവ് എറർ അവസാനം പഠിച്ച റിലേറ്റീവ് എറർ കയ്യിലുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാം. വേറെ ഒന്നുമില്ല, റിലേറ്റീവ് എററിൻ്റെ പെർസെൻറ്റേജിന് വിളിക്കുന്ന പേരാണ് പെർസെൻറ്റേജ് എറർ. ദാ ഡെഫിനിഷൻ എളുപ്പമല്ലേ, പെർസെൻറ്റേജ് ഓഫ് റിലേറ്റീവ് എറർ, അതിനെ വിളിക്കുന്ന പേരാണ് പെർസെൻറ്റേജ് എറർ. ദാ പെർസെൻറ്റേജ് എറർ സമം റിലേറ്റീവ് എറർ ഇൻറ്റു 100. ഇതാ ഭയങ്കര എളുപ്പമാണ്. റിലേറ്റീവ് എററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്ന അറിയാമല്ലോ, ആ ഒരു ഫ്രാക്ഷനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ ഫ്രാക്ഷനാണ് റിലേറ്റീവ് എറർ എന്ന് പറയും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പെർസെൻറ്റേജ് എറർ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ, റിലേറ്റീവ് എററിനെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും, ദാ ഈ ഫോമിലോട്ട് എഴുതാം, ഡെൽറ്റ എ ബാർ ബൈ എ ബാർ. അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാനുള്ള മാർഗം. സിമ്പിൾ. അപ്പം നമ്മുടെ ഈ പ്രോബ്ലത്തിൽ എന്തുമാത്രം പെർസെൻറ്റേജ് എറർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെ ചെയ്യാം നമുക്ക്, പെർസെൻറ്റേജ് എറർ സമം നമ്മുടെ നമ്മുടെ റിലേറ്റീവ് എറർ എത്രയാണ്, 0.018. ഈ പറയുന്ന വാല്യൂ 0.018 തന്നെ ആയിരുന്നോ, ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. 0.022 ഭാഗം 1.19 0.018. ഓക്കെ, ശരി. അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 100 കൊണ്ട് മൾട്ടിപ്ലൈ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു സ്ഥാനം മാറ്റി അങ്ങോട്ട് കുത്തിട്ടാൽ മതി അല്ലേ. 2 0 ഉള്ളത് 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി.
8%. കണ്ടോ, പെർസെൻറ്റേജ് ആണെന്ന് കാണിക്കാൻ വേണ്ടി അവസാനം ഒരു സിമ്പലും കൂടെ കൊടുക്കും. അത്രയും പെർസെൻറ്റേജ് ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന മെഷർമെൻറ്റിനകത്ത് എന്തുമാത്രം എററുണ്ട്? 1.8% തെറ്റടങ്ങിയിട്ടുണ്ട്, പെർസെൻറ്റേജ് എറർ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. ഒരു പർട്ടിക്കുലർ മെഷർമെൻറ്റ്, ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ 5 മെഷേർഡ് വാല്യൂ ചുവടെ തന്നിരിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? ട്രൂ വാല്യൂ കണ്ടുപിടിക്കുക, അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുക, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുക, റിലേറ്റീവ് എറർ കണ്ടുപിടിക്കുക, ഫൈനൽ വൺ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു പ്രോബ്ലം എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമുക്ക് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് എഴുതി വെച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ബുക്കിലും നോട്ട് ബുക്കിലും കോപ്പി ചെയ്യുക, കൂടെ ചെയ്ത് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ദ മാസ് ഓഫ് എ റിംഗ് ഈസ് ഫൗണ്ട് ടു ബി 2.52 gram, 2.53 gram, 2.51 gram, 2.49 gram and 2.54 gram in successive measurements. Calculate the true value, absolute error, mean absolute error, relative error and percentage error. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു റിങ്ങിൻ്റെ മാസ് കണ്ടുപിടിച്ചു. ഒരു റിങ്ങിൻ്റെ മാസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ 5 മെഷർമെൻറ്റും ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ കയ്യിൽ 5 റിങ് ഉണ്ടായിരുന്നു, 5 മോതിരം ഉണ്ടായിരുന്നു, 5 എണ്ണത്തിൻ്റെ മാസമാണ് ഈ തന്നിരിക്കുന്നതെന്ന്. അല്ല, ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഒരു റിങ്ങിൻ്റെ തന്നെ ഒരുപാട് മെഷർമെൻ്റ് എടുത്തു. കൃത്യമായിട്ട് പറഞ്ഞാൽ 5 മെഷർമെൻ്റ് എടുത്തിട്ടുണ്ട്. ആ 5 മെഷർമെൻറ്റാണ് ഈ തന്നിരിക്കുന്നത്. 5ഉം സെയിം ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്, പക്ഷേ നമ്മുടെ ഭാഗ്യദോഷം കൊണ്ട് 5ഉം 5 അളവുകളാണ് കിട്ടിയത്. അപ്പം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിനകത്ത് എന്തുമാത്രം തെറ്റടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ തെറ്റ് എററാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റത്തില്ല, ബോർഡ് മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ബുക്കിൽ കോപ്പി ചെയ്യുക, എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ആൻസർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ഞാൻ തൽക്കാലം ഇതിൻ്റെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് മാത്രം എന്ത് ചെയ്യാം? ഒന്ന് സൈഡിലോട്ട് എഴുതിയിടാം. 2.52, 2.53, 2.51, 2.49, 2.54. ഇതാണ് 5 എണ്ണം. ഈ 5 മെഷേർഡ് വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് ഓരോന്നും എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് ട്രൂ വാല്യൂ കണ്ടുപിടിക്കാം. നോക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മുടെ എ പാർട്ട് ഒന്ന് നമുക്ക് സോൾവ് ചെയ്യാം. എ പാർട്ട് ചോദിച്ചിരിക്കുന്നത് ട്രൂ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നോട്ട് എടുത്ത് നോക്കും. ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മെഷർമെൻറ്റ്സിൻ്റെ ആവറേജ് എടുത്താൽ മതി. മെഷർമെൻറ്റ്സിൻ്റെ ആവറേജ് ട്രൂ വാല്യൂ ഞാൻ എ ബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അത് കണ്ടുപിടിക്കാൻ A1 + A2 + A3 + അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണം കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേസിൽ A1 ഒന്നാമത്തെ മെഷർമെൻറ്റ് 2.52 + 2.53 + 2.51 + 2.49 + 2.54 the whole divided by 5. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റർ എടുക്കുന്നു, ന്യൂമറേറ്റർ ടൈപ്പ് ചെയ്യുന്നു, ആൻസർ അടിക്കുന്നു, ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് കിട്ടും. കാൽക്കുലേറ്റർ നോക്കാം. 2.52 + 2.53 + 2.51 + 2.49 + 2.54. ന്യൂമറേറ്റർ 12.59 the whole divided by 5. ആൻസർ 2.518. നമുക്കിതിനെ അപ്രോക്സിമേറ്റ് എത്ര എന്ന് പറയാം? 2.52 എന്ന് പറയാം. ഓക്കെ, 2.52 ആണ് ഏത് ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ ട്രൂ വാല്യൂ എത്രയാണ്? ട്രൂ വാല്യൂ 2.52. ഇത് ഞാൻ അടുത്തതിലേക്ക് വേണ്ടിയാണ്, ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് കിട്ടി. ഓക്കെ, ബി പാർട്ടിലേക്ക് പോവാം. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് അബ്സല്യൂട്ട് എറർ എന്നാണ് ചോദ്യം. പക്ഷെ നമുക്കറിയാം നമ്മുടെ എത്ര മെഷേർഡ് വാല്യൂ ഉണ്ടോ അത്രയും തന്നെ അബ്സല്യൂട്ട് എററും കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നാമത്തെ അബ്സല്യൂട്ട് റിങ്ങിന് എഴുതും. ∆A1 = എങ്ങനെ ചെയ്യും? മോഡുലസ് ഓഫ് A ബാർ ട്രൂ വാല്യൂ 2.52 മൈനസ് ഒന്നാമത്തെ മെഷേർഡ് വാല്യൂ. കണ്ടോ, ഇതെന്താ ചെയ്തേക്കുന്നത്?
ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ. ട്രൂ വാല്യൂ ഇതാണ് എഴുതി വെച്ചേക്കുന്നത്. അബ്സല്യൂട്ട് എറർ ഒന്നാമത്തെ മെഷേർഡ് വാല്യൂ ആണ് 2.52 ഇവിടെ എഴുതിയിരിക്കുന്നത്. രണ്ടും കൂടെ കുറയ്ക്കും, നമുക്ക് ഒന്നാമത്തെ അബ്സല്യൂട്ട് എറർ കിട്ടും. ആൻസർ എത്ര കിട്ടും? 0.000 എന്ന ആൻസർ. വേറെ ഒന്നും ചെയ്യാനില്ല, രണ്ടും സെയിം ആയതുകൊണ്ട്. Δ A2 കണ്ടുപിടിക്കാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ ചെയ്യൂ അല്ലേ. 2.52 മൈനസ് 2.53 കിട്ടുന്ന ആൻസർ മൈനസ് ആയിരിക്കും, പക്ഷെ നമ്മൾ മൈനസ് എടുക്കത്തില്ല, പ്ലസ് മാത്രമേ എടുക്കൂ. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ കിട്ടി. മൂന്നാമത് Δ A3 സമം മോഡുലസ് ഓഫ് 2.52 മൈനസ് മൂന്നാമത്തെ വാല്യൂ ആയ 2.51. വീണ്ടും കിട്ടിയ ആൻസർ 0.01. നാലാമത്തെ വാല്യൂ Δ A4 എങ്ങനെ ചെയ്യും? 2.52 മൈനസ് നാലാമത്തെ വാല്യൂ ആയ 2.49. ആൻസർ 0.03. അതും കിട്ടി. അടുത്തത് Δ A5 അഞ്ചാമത്തെ അബ്സല്യൂട്ട് എറർ 2.52. ഇവിടെ നമ്മൾ എല്ലായിടത്തും സെയിം ആണ്. സെയിം എന്ന് വെച്ചാൽ ട്രൂ വാല്യൂ മൈനസ് അഞ്ചാമത്തെ മെഷേർഡ് വാല്യൂ 2.54 ഈക്വൽ ടു 0.02. കണ്ടോ, 1 2 3 4 5 അബ്സല്യൂട്ട് എറർ നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ 5 അബ്സല്യൂട്ട് എററുകൾ ഏതൊക്കെയാണെന്ന് കിട്ടിയല്ലോ. 0.00, 0.01, 0.01, 0.003, 0.02. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ഇത്രയും ആൻസർ അതിനകത്തുണ്ട്. ഫുൾ എഴുതിയേ പറ്റൂ. സി അതിൻ്റെ കൂടെ തന്നെ നമുക്കങ്ങ് ചെയ്യാം, കാരണം സിമ്പിളാണ്. മെയിൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുക. മെയിൻ അബ്സല്യൂട്ട് എറർ Δ A ബാർ ഈക്വൽ ടു എങ്ങനെ ചെയ്യും? ഈ ആബ്സല്യൂട്ട് എററുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ പോരെ. 0.00 അധികം, അല്ലെങ്കിൽ 0 എന്ന് മാത്രം ഇട്ടാലും മതി. 0.01 അധികം 0.01 അധികം 0.03 അധികം 0.02 ഭാഗം എത്ര? 1 2 3 4 5. ഞാൻ ഈ 0 ഇട്ട എന്തിനാണെന്ന് അറിയാമോ? 0 കൊണ്ട് കൂട്ടാലും കുറച്ചാലും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ 0 ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കും 1 2 3 4 4 അല്ലേ ഉള്ളൂ, അപ്പോൾ 4 കൊണ്ട് ഭാഗിക്കാമെന്ന്. പക്ഷേ അങ്ങനെയല്ല. മൊത്തം എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 1 0 ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ എണ്ണം തെറ്റിപ്പോകാതിരിക്കാൻ ഞാനവിടെ 0 കൂടെ കൊടുത്തേക്കുന്നത്. വീണ്ടും കാൽക്കുലേറ്റർ എടുക്കുക, ടൈപ്പ് ചെയ്യുക. 0 ഇനി അടിക്കേണ്ട കാര്യമില്ല, അറിയാമല്ലോ. 0.01 അധികം 1 2 3 2 5 6 7. ആൻസർ അല്ലാതെ കിട്ടും, കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല. പോട്ടെ. 0.01 അധികം 0.01 അധികം 0.03 അധികം 0.02. കിട്ടുന്ന ആൻസർ 0.07 ഡിവൈഡഡ് ബൈ 5. ആൻസർ 0.014. കണ്ടോ, 0.014 ആണ് മെയിൻ അബ്സല്യൂട്ട് എറർ. സി ക്വസ്റ്റ്യന് നമ്മൾ ചെയ്തു. ഇനി ഡിയും ഇയും കൂടെ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഡിയിലേക്കും ഇയിലേക്കും പോകാം, ഇത്രയും കുഴപ്പമില്ലല്ലോ. നമ്മുടെ ഡി ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കാനായിരുന്നു? റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാനാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? മീൻ അബ്സല്യൂട്ട് എറർ അല്ലെങ്കിൽ Δ A ബാർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ. അത് A ബാർ ഈക്വൽ ടു പറ. Δ A ബാർ എന്തുവാ? Δ A ബാർ എവിടെ? അതാ കിടക്കുന്നു. 0.014 ഭാഗം ട്രൂ വാല്യൂ ഇവിടെ ഇതാ കിടക്കുന്നു. 2.52. വീണ്ടും കാൽക്കുലേറ്റർ എടുക്കണം, ചെയ്യണം, ആൻസർ ആവും. ഓക്കെ, ആൻസർ 0.014 ഡിവൈഡഡ് ബൈ 2.52 ഈക്വൽ ടു 5.5555 എന്ന് പറഞ്ഞ് പോവും. ഒരു 2 എണ്ണം എടുത്താൽ മതി. 5.55 ഇൻറ്റു 10⁻³ ഇതിനർത്ഥം 0.005 എന്നാണ്. 0.005. അതായത് ഈ പോയിൻ്റ് ഇങ്ങോട്ടും മാറ്റണം. 3 സ്ഥാനം മാറ്റണം. ഒരു സ്ഥാനം മാറ്റുമ്പോൾ ഇവിടെ 2 സ്ഥാനം മാറ്റുമ്പോൾ ഇവിടെ ഒരു 0 കൊടുക്കണം. 3 സ്ഥാനം മാറ്റുമ്പോൾ ഒരു 0 കൂടെ കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് അത്രയും റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. വേണം ഇങ്ങനെ തന്നെ എഴുതിക്കുക, കുഴപ്പമില്ല. പക്ഷേ ഇതെന്താണ്? 0.005 എന്നാണ് ഇതിൻ്റെ മീനിങ് കേട്ടോ, അത് മറക്കല്ലേ. ഓക്കെ, ഇനി ഈ പാർട്ട് എന്ത് കണ്ടുപിടിക്കാൻ? പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കാൻ. അത് കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട. റിലേറ്റീവ് എറർ ഇൻറ്റു 100 ഈക്വൽ ടു റിലേറ്റീവ് എറർ എത്ര? 0.005 ഇൻറ്റു 100
കാൽക്കുലേറ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 0.5% അല്ലേ? 0.0055 ഇൻറ്റു 100. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കിയാലും മതി. 5.55 ഇൻറ്റു 10⁻³ ഇൻറ്റു 100 ഈ ആൻസർ തന്നെ കിട്ടും. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജ് ഇടാൻ മറക്കല്ലോ കേട്ടോ. സോറി ഇത്രയും പെർസെൻറ്റേജ് 0.5% അത്രയുമാണ് റിലേറ്റീവ് എററും പെർസെൻറ്റേജ് എററും കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അത്രയേ ഉള്ളൂ സംഭവം. എളുപ്പമല്ലേ? എക്സാമിന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് കിട്ടുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക്ക് പ്രൊപ്പഗേഷൻ ഓഫ് എറർ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എറർ. അപ്പോൾ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ എന്താ ചെയ്തേ? വേറൊന്നുമില്ല, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, നോട്ട് ദ പോയിൻറ്റ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഒരുപാട് തവണ മെഷർ ചെയ്യും, എന്നിട്ട് അതിൻ്റെ എറർ കണ്ടുപിടിക്കും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു റിംഗ് ഉണ്ട്, ഒരു ഗോൾഡ് റിംഗ് ഉണ്ട്. ആ ഗോൾഡ് റിംഗ് ഞാൻ എന്ത് ചെയ്യുന്നു? തൂക്കി നോക്കി, ആ റിങ്ങിൻ്റെ മാസ് എത്ര ഉണ്ടെന്ന് നോക്കി. ഓക്കെ ആണോ? ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആൻസർ കിട്ടൂല അല്ലേ? കാരണം എറർ സംഭവിക്കാം, മിക്കവാറും റാൻഡം എറർ സംഭവിക്കാം. അപ്പോൾ റാൻഡം എറർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും, ആ മെഷർമെൻറ്റ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് തവണ റിങ്ങിൻ്റെ മെഷർമെൻറ്റ് എടുക്കും. ഓക്കെ ആണല്ലോ? എന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ ട്രൂ വാല്യൂ വെച്ച് കണ്ടുപിടിക്കുന്നു. അബ്സല്യൂട്ട് എറർ, മെയിൻ അബ്സല്യൂട്ട് എറർ ഇങ്ങനെ കണ്ടുപിടിച്ച് അവസാനം എനിക്ക് മനസ്സിലായി അതിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? തെറ്റടങ്ങിയിട്ടുണ്ട്. ആ ക്വാണ്ടിറ്റിയിൽ എന്തുണ്ട്? തെറ്റുണ്ട്. പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ആ റിങ്ങിൻ്റെ വാല്യൂ കണ്ടെത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ റിങ്ങിൻ്റെ മാസ് അളക്കുന്ന സമയത്ത്, അതിനകത്ത് നമ്മുടെ ശരി ഉത്തരത്തോടൊപ്പം എന്തും കൂടി കടന്നു കയറുന്നുണ്ട്, ഈ എററും കൂടി കടന്നു പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, റിങ്ങിൻ്റെ യഥാർത്ഥ മാസ് 2 ഗ്രാം ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് 2.01 ഗ്രാം എന്ന് കിട്ടും. 2.01 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ 2 ശരി ഉത്തരം, അതോടൊപ്പം ഒരു 0.1 ഗ്രാമിൻ്റെ 0.01 ഗ്രാമിൻ്റെ കണ്ടോ, 0.01 ഗ്രാമിൻ്റെ എററും അതിലടങ്ങിയിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഈ തെറ്റാണ് ആ പറയുന്ന റിങ്ങിൻ്റെ മാസിനകത്ത് കടന്നുകൂടിയത്. അടുത്തത്, ഞാൻ ഒരു വള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഓർണമെൻറ്റിൻ്റെ മാസം കൂടെ കണ്ടുപിടിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ ഒരു വസ്തുവിൻ്റെ മാസ് കണ്ടുപിടിച്ച സമയത്ത് അവിടെയും എനിക്ക് ഇതുപോലെ ശരി ഉത്തരത്തോടൊപ്പം എന്തും കൂടെ കടന്നുകൂടാം, എററും ഉൾപ്പെടാം. പറഞ്ഞാൽ മനസ്സിലായോ? എന്നിട്ട് ഞാൻ ഈ 2 പേരുടെയും മാസ് കണ്ടുപിടിക്കുകയാണ്, ടോട്ടൽ മാസ് കണ്ടുപിടിക്കുകയാണ്. ടോട്ടൽ മാസ് കണ്ടുപിടിക്കാൻ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. പക്ഷേ കുഴപ്പമെന്താ? ഞാൻ കണ്ടുപിടിച്ച ഈ പറയുന്ന മൊത്തം വാല്യൂവും ഇവിടെ കണ്ടുപിടിച്ച മൊത്തം വാല്യൂവും കൂടി ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്ത റിസൾട്ടിനകത്തും തീർച്ചയായും എന്ത് കാണാം? ഈ എറർ കാണാം. അത് ആരൊക്കെ ചേർന്നുണ്ടാക്കുന്ന എററായിരിക്കും? റിങ്ങിൻ്റെ മാസ് എന്തുമാത്രം എറർ ഉണ്ടാക്കുന്നോ അതുപോലെ അടുത്ത രണ്ടാമത്തെ ഓർണമെൻറ്റ് എന്താണോ അത് എന്തുമാത്രം എറർ ഉണ്ടാക്കുന്നോ, ഇത് രണ്ടും കൂടെ ചേർന്നായിരിക്കും ഏതിനകത്ത് വരുന്നത്? നമ്മുടെ റിസൾട്ടിനകത്ത് എററായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞു നോക്കാം. നമ്മളടുത്ത് ഒരു വസ്തുവിൻ്റെ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ബോർഡിൻ്റെ ലെങ്ത് എത്രയാണ് ചോദിക്കുന്നു. ബോർഡിൻ്റെ ലെങ്ത് എത്ര? അപ്പോൾ ഞാൻ അളന്ന് കണ്ടുപിടിച്ചു. ഞാൻ ഒരു മെഷേർഡ് വാല്യൂ എഴുതി, മെഷേർഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ ലെങ്ത് അളന്നപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടി. ആ വാല്യൂവിനാണ് ഞാൻ മെഷേർഡ് വാല്യൂ എന്ന് വിളിക്കുന്നത്. പക്ഷേ മെഷേർഡ് വാല്യൂവിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് ട്രൂ വാല്യൂവും കാണും, അതോടൊപ്പം എന്തും കൂടെ കാണും? കുറച്ച് എററും കൂടി കാണും. ശരിയാണോ? അടുത്തത്, ഈ ബോർഡിൻ്റെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു മെഷേർഡ് വാല്യൂ കിട്ടി. വേറൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്തു? ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഈ പറയുന്ന ബോർഡിൻ്റെ വീതി കണ്ടുപിടിച്ചതാണ്. പക്ഷേ നമ്മളാണല്ലോ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. തീർച്ചയായും ഈ മെഷേർഡ് വാല്യൂവിനകത്ത് കുറച്ച് എറർ കാണും. അതായത് അതിൻ്റെ ശരി ഉത്തരത്തോടൊപ്പം ട്രൂ വാല്യൂവിനോടൊപ്പം എന്തും കൂടെ കാണും? എറർ കൂടി കാണും. പറഞ്ഞാൽ മനസ്സിലായ? തീർച്ചയായും ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടി ആൻസർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ മെഷേർഡ് വാല്യൂവും കൂടെ അങ്ങ് കൂട്ടും.
പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താ? ഈ മെഷേർഡ് വാല്യൂവിനകത്തും കുറച്ച് തെറ്റുണ്ട്, ഈ മെഷേർഡ് വാല്യൂവിനകത്തും കുറച്ച് തെറ്റുണ്ട്. നമ്മൾ കൂട്ടിയെടുത്ത് കിട്ടുന്ന ആൻസറിനകത്ത് തെറ്റ് കൂടും, ശരിയല്ലേ? കാരണം ഇതിൻ്റെ തെറ്റും ഏതിനകത്ത് പ്രതിഫലിക്കും? ഇതിൻ്റെ ആൻസറിനകത്ത് പ്രതിഫലിക്കും. ആ തെറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഈ ടോപ്പിക്ക് പറയുന്നത്. ഇതിപ്പോൾ രണ്ടും കൂടെ കൂട്ടുന്ന മെത്തേഡാണ്. വേണമെങ്കിൽ രണ്ടും കൂടെ എന്ത് ചെയ്യാം? കുറയ്ക്കാം. വേണമെങ്കിൽ ലെങ്തും ബ്രെത്തും കൂടെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ചിലപ്പോൾ ലെങ്തും ബ്രെത്തും കൂടെ എന്ത് ചെയ്യാം? ഭാഗിക്കാം, ഡിവൈഡ് ചെയ്യാം. ഈ സമയത്തെല്ലാം ഈ റിസൾട്ടിനകത്ത് എന്തുമാത്രം എററുണ്ട് എന്നാണ് ഈ ഹെഡിങ്ങിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ഹെഡിങ് നമുക്ക് ഈ ഒറ്റ ട്രിപ്പിൽ ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല. ഇതിന് കുറച്ച് ഡെറിവേഷൻ പാർട്ടും കൂടെ ഉണ്ട്. പക്ഷേ ആ ഡെറിവേഷൻ പാർട്ട് നിങ്ങളെ എക്സാമിന് ചോദിക്കത്തേ ഇല്ല. എന്നാലും നമ്മൾ അതും കൂടെ ഒന്ന് പറയും. കാരണം ആ റിസൾട്ട് എങ്ങനെ കിട്ടിയെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. രണ്ടോ അതിൽ കൂടുതലോ മെഷേർഡ് വാല്യൂസ് ആഡ് ചെയ്യുകയോ, മെഷേർഡ് വാല്യൂസ് ആഡ് ചെയ്യുകയോ, സബ്ട്രാക്റ്റ് ചെയ്യുകയോ, മൾട്ടിപ്ലൈ ചെയ്യുകയോ, ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനകത്തെ എറർ എങ്ങനെ കണ്ടുപിടിക്കാം? പറഞ്ഞ് മനസ്സിലായോ? ഒന്നും കൂടി. രണ്ടോ അതിൽ കൂടുതലോ മെഷേർഡ് വാല്യൂവിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് എന്തും കൂടെ ഉൾപ്പെട്ടിരിക്കും? എററും കൂടെ ഉൾപ്പെട്ടിരിക്കും. അപ്പോൾ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും, ആഡ് ചെയ്യുമ്പോഴും, ഡിവൈഡ് ചെയ്യുമ്പോഴും, സബ്ട്രാക്റ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന റിസൾട്ടിനകത്ത് എന്തുമാത്രം എററുണ്ട് എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നത്. പറഞ്ഞാൽ ക്ലിയർ ആണോ? നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ പറയുന്ന ക്വാണ്ടിറ്റി, ഈ മെഷേർഡ് വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടോപ്പിക്കിനകത്തേക്ക് കയറാം. ഓക്കെ, ടോപ്പിക്കിനകത്തേക്ക് കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രഡക്ഷൻ മാത്രമേ ഇന്ന് പറയാൻ പറ്റൂ. അടുത്ത ടോപ്പിക്കിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫുൾ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റൂ. ഓക്കെ, ഞാനീ പറയുന്ന എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഇതാണ് ഒരു ലിക്വിഡ്. ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഞാൻ അളക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ അളക്കുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ടെമ്പറേച്ചർ, ഓക്കെ. അപ്പോൾ ഞാനൊരു തെർമോമീറ്റർ എടുത്ത് ഇതിനകത്ത് മുക്കി വെച്ചു. ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? തെർമോമീറ്റർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തെർമോമീറ്റർ അതിനകത്ത് മുക്കി വെച്ചപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന ലിക്വിഡിൻ്റെ യഥാർത്ഥ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. യഥാർത്ഥ ടെമ്പറേച്ചർ എത്രയാണ്? 60 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഇതിൻ്റെ ട്രൂ വാല്യൂ ആണ് 60 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അത് നമുക്ക് ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്താലേ അത് കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞു തന്നു അതിൻ്റെ ട്രൂ വാല്യൂ എത്രയാണ്? 60 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഞാൻ ഈ തെർമോമീറ്റർ നോക്കുവാണ്. എൻ്റെ ഉദ്ദേശം എന്തുവാ? ഈ 60 തന്നെ തെർമോമീറ്റർ കിട്ടണം അല്ലേ? പക്ഷേ തെർമോമീറ്റർ കാണിച്ചു തന്ന റീഡിങ് 62 ഡിഗ്രി സെൽഷ്യസ്. എത്ര? 62 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ എത്ര എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എഴുതുന്ന ആൻസർ എത്രയായിരിക്കും? 62 ഡിഗ്രി സെൽഷ്യസ്. കാരണം എൻ്റെ എക്സ്പെരിമെൻ്റ് എന്തുവാ? ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക ബൈ യൂസിങ് ദാറ്റ് പർട്ടിക്കുലർ തെർമോമീറ്റർ. ആ ഒരു തെർമോമീറ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയ റീഡിങ് എത്രയാണ്? 62 ഡിഗ്രി സെൽഷ്യസ്. സോ ഇതാണ് എൻ്റെ മെഷേർഡ് വാല്യൂ. കണ്ടോ? ഇത് തന്നെയാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ ഇതൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടി വീണ്ടും എക്സാമ്പിൾ പറഞ്ഞേ. ഇനി ഈ 62 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടിയതാ? ഈ 60 ഡിഗ്രി സെൽഷ്യസിനോടൊപ്പം ഒരു 2 ഡിഗ്രി സെൽഷ്യസിൻ്റെ എറർ, എത്ര? ഒരു 2 ഡിഗ്രി സെൽഷ്യസിൻ്റെ എററും കൂടി ചേർന്നാണ് ഈ വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേര് മെഷേർഡ് വാല്യൂ, ഇതിനെ വിളിക്കുന്ന പേര് ട്രൂ വാല്യൂ, ഇത് എറർ. ഈ 2 ഡിഗ്രി എങ്ങനെയാണ് കിട്ടിയത്? 62 നിന്ന് 60 കുറയ്ക്കുമ്പോഴല്ലേ? അല്ലെങ്കിൽ 62 60 തമ്മിലുള്ള വ്യത്യാസമല്ലേ? 62 ആരാ? മെഷേർഡ് വാല്യൂ. 60 ആരാ? ട്രൂ വാല്യൂ. മെഷേർഡ് വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ 2 ഡിഗ്രി സെൽഷ്യസ്. ഇതുപോലൊരു സെൻറ്റൻസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ആൻഡ് മെഷേർഡ് വാല്യൂ.
ആരായിരുന്നു അത്? അബ്സല്യൂട്ട് എറർ. ദാറ്റ് മീൻസ് ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? അബ്സല്യൂട്ട് എററിനെ സൂചിപ്പിക്കുന്നു. കണ്ടോ, 2 ഡിഗ്രി സെൽഷ്യസ് എന്തിനെ സൂചിപ്പിക്കുന്നു? അബ്സല്യൂട്ട് എററിനെ സൂചിപ്പിക്കുന്നു. സോ ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു മെഷേർഡ് വാല്യൂ, അതിൽ ട്രൂ വാല്യൂം അടങ്ങിയിട്ടുണ്ട്, എററും അടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ എറർ എത്ര? ഈ എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ എറർ എത്ര? നിങ്ങൾ പറയും 2 ഡിഗ്രി സെൽഷ്യസിൻ്റെ എറർ. എത്ര? 2 ഡിഗ്രി സെൽഷ്യസിൻ്റെ എറർ. കഴിഞ്ഞു ആ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അടുത്ത എക്സ്പെരിമെൻറ്റ് നോക്കാം നമുക്ക്. വീണ്ടും ഞാനൊരു ബേക്കർ എടുത്തു, അതിനകത്തൊരു ലിക്വിഡ് നിറച്ചിട്ടുണ്ട്. എൻ്റെ എക്സ്പെരിമെൻറ്റ് എന്ത് തന്നെയാണ്? ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. ഞാൻ നേരത്തെ ഉപയോഗിച്ച തെർമോമീറ്റർ അല്ല, വേറൊരു തെർമോമീറ്റർ എടുത്തിട്ടു. പക്ഷെ നമുക്കറിയാം ഇപ്പോഴും ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ എത്ര തന്നെയാണ്? 60 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. അപ്പോൾ 60 ഡിഗ്രി സെൽഷ്യസ് ആണ് ലിക്വിഡിൻ്റെ യഥാർത്ഥ ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് ട്രൂ വാല്യൂ. ഓക്കെ, ഇനി ഞാൻ തെർമോമീറ്ററിൻ്റെ റീഡിങ് നോക്കുവാണേ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ എന്നാണ്. ടെമ്പറേച്ചർ അപ്പോൾ ഞാൻ നോക്കി, തെർമോമീറ്ററിൻ്റെ അറ്റത്ത് പോയി നോക്കിയപ്പോൾ 58 ഡിഗ്രി സെൽഷ്യസ് എന്ന് കണ്ടു. എത്ര ഡിഗ്രി സെൽഷ്യസ്? 58 ഡിഗ്രി സെൽഷ്യസ് എന്ന് കണ്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതും 58 ഡിഗ്രി സെൽഷ്യസ് ആണ് ആൻസർ. ഇതാരാ? എൻ്റെ മെഷേർഡ് വാല്യൂ. പക്ഷെ നമ്മൾ നോക്കി 58 ആണല്ലോ മെഷേർഡ്, പക്ഷേ കിട്ടേണ്ടത് 60 അല്ലായിരുന്നു. ദാറ്റ് മീൻസ് റിസൾട്ടിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? തെറ്റടങ്ങിയിട്ടുണ്ട്, എറർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കും 58 ഡിഗ്രി സെൽഷ്യസ് ആണ് എൻ്റെ മെഷേർഡ് വാല്യൂ. അതെങ്ങനെയാണ് കിട്ടിയത്? ട്രൂ വാല്യൂ ആയ 60 ഡിഗ്രി സെൽഷ്യസ്, അതിൽ നിന്നും എത്ര കുറവ്? 2 ഡിഗ്രി സെൽഷ്യസ് കുറവ്. ഈ 2 ഡിഗ്രി സെൽഷ്യസ് എങ്ങനെയാണ് കിട്ടിയത്? 58ഉം 60ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. 58 ആരാ? മെഷേർഡ് വാല്യൂ. 60 ആരാ? ട്രൂ വാല്യൂ. മെഷേർഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പറയുന്നത് അബ്സല്യൂട്ട് എറർ. സോ ഈ 2 ഡിഗ്രി സെൽഷ്യസ് എന്ത് തന്നെയാണ്? അബ്സല്യൂട്ട് എറർ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുവാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എറർ എത്ര? അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കും -2. ഒരിക്കലും ഈ എറർ നമ്മൾ നെഗറ്റീവിൽ പറയാറില്ല. നമ്മൾ പറയും അവിടെയും 2 ഡിഗ്രി സെൽഷ്യസിൻ്റെ എറർ. കണ്ടോ, നേരത്തെ ഇപ്പോഴും തമ്മിലുള്ള സിമിലാരിറ്റി എന്താ? നേരത്തെ സിറ്റുവേഷനിലും 2 ഡിഗ്രി സെൽഷ്യസ് എറർ, ഇപ്പോഴത്തെ സെക്ഷനിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്സ്പെരിമെൻറ്റിലും 2 ഡിഗ്രി സെൽഷ്യസ് എറർ. പക്ഷേ നേരത്തെ കിട്ടിയ മെഷേർഡ് വാല്യൂ 62, ഇപ്പോൾ കിട്ടിയ മെഷേർഡ് വാല്യൂ എത്ര? 58. കാരണം ഇവിടെ പ്ലസും ഇവിടെ എന്തും വന്നു? മൈനസും വന്നു. അതായത് പറഞ്ഞു വന്ന പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ 2 ഡിഗ്രി സെൽഷ്യസ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥ വാല്യൂവിൽ നിന്നും 2 ഡിഗ്രി കൂട്ടിക്കിട്ടാം അല്ലെങ്കിൽ കുറച്ച് കിട്ടാം. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് എററിനെ അവർ പറയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ട്രൂ വാല്യൂവിൽ നിന്നും ചിലപ്പം 2 ഡിഗ്രി കൂടാം, ചിലപ്പോൾ 2 ഡിഗ്രി കുറയാം. നമ്മളത് കോമൺ ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ 2 സിറ്റുവേഷനും കൂടി ഒരുമിച്ച് ചേർത്താണ് നമ്മൾ പറയാറ്. നമുക്കിങ്ങനെ പറയാം, ഞാൻ ഈ പറയുന്ന തെർമോമീറ്റർ ഉപയോഗിച്ച് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് ട്രൂ വാല്യൂവിൽ നിന്ന് ചിലപ്പോൾ 2 ഡിഗ്രി കൂടി കിട്ടാം, ചിലപ്പോൾ 2 ഡിഗ്രി കുറഞ്ഞ് കിട്ടാം. അപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? മെഷേർഡ് വാല്യൂ കിട്ടുന്നത്. കണ്ടോ, മെഷേർഡ് വാല്യൂവിനെ ജനറലായിട്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതാറ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതും, മെഷേർഡ് വാല്യൂ സമം ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് അബ്സല്യൂട്ട് എറർ. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ മെഷേർഡ് വാല്യൂവിനെ എന്ത് ചെയ്യാറ്? സൂചിപ്പിക്കാറ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഈ ബോർഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നു. ഇതാണ് മെഷേർഡ് വാല്യൂ. ചെയ്യുന്ന സമയത്ത് ഈ ബോർഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുമ്പോൾ അതിൽ ഒരു ട്രൂ വാല്യൂ കാണാം. ഇത് ചിലപ്പോൾ നമുക്ക് സ്മോൾ ലെറ്ററിലെന്നോ ക്യാപിറ്റലെന്നോ എടുക്കാൻ കുഴപ്പമില്ല, ആവശ്യമില്ല. അപ്പോൾ L പ്ലസ് ഓർ മൈനസ് ΔL എന്ന് ഞാൻ എഴുതും. കണ്ടോ, L എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഞാൻ അളന്നപ്പോൾ അതിൽ ശരിയുമുണ്ട്, കൂടെ എന്തും കൂടെ വന്നിട്ടുണ്ട്, തെറ്റും കൂടെ വന്നിട്ടുണ്ട്. ആ തെറ്റ് ചിലപ്പോൾ എങ്ങനെ ഇരിക്കാം?
അഡീഷൻ ആയിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കും സബ്ട്രാക്ഷൻ ആയിരിക്കും. അതാണ് ഞാൻ നേരത്തെ 2 എക്സ്പെരിമെൻറ്റ് വെച്ച് പറഞ്ഞു തന്നെ. പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഏതൊരു ക്വാണ്ടിറ്റിയെയും നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് അബ്സല്യൂട്ട് എറർ. ബ്രെഡ്ത്ത് ചോദിക്കുവാണ്, ബ്രെഡ്ത്ത് സമം, അതിലും എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ശരി ഉത്തരവും അടങ്ങിയിട്ടുണ്ട്, അതോടൊപ്പം അബ്സല്യൂട്ട് എററും അടങ്ങി, ഡെൽറ്റ പി. കണ്ടോ, ഇത് രണ്ടും ട്രൂ വാല്യൂകൾ, ഇത് രണ്ടും അബ്സല്യൂട്ട് എററുകൾ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയേ. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. അതുകൊണ്ടാണ് ഇത് വീണ്ടും 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 നിങ്ങൾക്ക് എന്ത് ചെയ്ത് പറഞ്ഞ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ അളന്ന സമയത്ത് എനിക്ക് കിട്ടിയ റീഡിംഗ് ആണ് 120 +4 - 20 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ് +4 - 20 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെ ആയിരിക്കും ഇനി നിങ്ങൾക്ക് പ്രോബ്ലം തരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതെന്തുവാ 2 പാർട്ടായിട്ട് എഴുതിയിരിക്കുന്നത്? 2 പാർട്ടായിട്ട് എഴുതിയിരിക്കുന്നത് വേറൊന്നുമല്ല, ഈ +4 - ഇടത് ഭാഗത്ത് കിടക്കുന്ന വലിയ ഭാഗം ട്രൂ വാല്യൂവിനെ സൂചിപ്പിക്കുന്നു. +4 - വലത് കിടക്കുന്ന ഈ ചെറിയ നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു? അബ്സല്യൂട്ട് എററിനെ സൂചിപ്പിക്കുന്നു. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എ എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ എഴുതും? A +4 - ഡെൽറ്റ എ. കണ്ടോ, എയുടെ ട്രൂ വാല്യൂ, എയുടെ അബ്സല്യൂട്ട് എറർ. ബി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? B +4 - ഡെൽറ്റ ബി. സിയെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? C +4 - ഡെൽറ്റ സി. എഫിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? F +4 - ഡെൽറ്റ എഫ്. ഇത് മെഷേർഡ് വാല്യൂ, ഇത് ട്രൂ വാല്യൂ, ഇത് അബ്സല്യൂട്ട് എറർ. ഇത് മെഷേർഡ് വാല്യൂ, ട്രൂ വാല്യൂ, അബ്സല്യൂട്ട് എറർ. മെഷേർഡ് വാല്യൂ, ട്രൂ വാല്യൂ, അബ്സല്യൂട്ട് എറർ. കണ്ടോ, ഈ രീതിയിൽ വേണം നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാനുള്ളത്? റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പ്രൊപ്പഗേഷൻ ഓഫ് എറർ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എറർ എന്താണെന്ന് നോക്കാം. പക്ഷേ ഇന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ല, കാരണം അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉണ്ട്, 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 എണ്ണം കൂടെ ഇനി ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂറായി പോകും ഈ വീഡിയോയുടെ ലെങ്ത്ത്. അത് നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ കാര്യം നിങ്ങൾ മറക്കരുത്. ഓക്കെ ആണോ?